കുറച്ചുകൂടെ എന്താ പറയാ പെട്ടെന്ന് തോന്നുമായിരിക്കും, ചിലപ്പം കുറെ നാൾ കൂടി തോന്നായിരിക്കും. എല്ലാവരും മനസ്സിലായി പറയാനുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ വിശ്വസം. അപ്പോ നമ്മുടെ രേണു സുധി പ്രണയത്തെ കുറിച്ച് ഫൈനലി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രേണു സുധിയുടെ ഭർത്താവ് സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒത്തിരി പേര് രേണു പുതിയൊരു ജീവിതത്തിലോട്ട് രേണു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് രേണു. രേണു ഭയങ്കരമായ ഒരു മാറ്റം ഇപ്പോൾ രേണുവിന് വന്നിരിക്കുന്നു. രേണു പുതുതായിട്ട് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ, വെറൈറ്റി മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും രേണുവിന് പ്രണയമുണ്ടോ? ഇതിനകത്തുനിന്ന് വളരെ വിസിബിൾ ആണ്, എവിഡന്റ് ആണ്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെയോ മിനിങ്ങാന്നോ ആണ് രേണുവിന്റെ പുതിയ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. വെറൈറ്റി മീഡിയയിൽ മസ്താനിക്ക് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ആണ്. അപ്പം അനീഷിന്റെയും അനുമോളുടെയും പ്രണയത്തെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചാണ് വിഷയം തുടങ്ങുന്നത്. രേണു സുധിക്ക് പ്രണയം ഉണ്ടോ? അവിടെ മുതൽ നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോഴാണ് രേണു അതിനുള്ള മറുപടി കൊടുക്കുന്നത്. ഓക്കെ, കത്തട്ടെ. ക്ലൂ ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. എന്ത് കേട്ടെ, ഇതൊക്കെ കത്തട്ടെ, കത്തിപ്പടരട്ടെ. അപ്പൊ ശരിക്കും രേണുവിന്റെ ഉദ്ദേശം കല്യാണം കഴിക്കാനാണോ, അതോ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊരു സാധനം പുറത്ത് വിട്ടുകൊണ്ട് റീച്ച് ഉണ്ടാക്കലാണോ? ഇതിനകത്തുനിന്ന് രേണുവിന്റെ ഫേസ് എക്സ്പ്രഷനെ കാണുമ്പോൾ രേണു ആരുമായിട്ടോ പ്രണയത്തിലാണെന്നുള്ളൊരു സാധനം നമുക്ക് എവിഡന്റ് ആണ്. പക്ഷെ രേണുവിന്റെ അടുത്ത് ക്ലൂ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടല്ലോ എന്ന് മസ്താനി ചോദിക്കുമ്പോൾ രേണു പറയുന്നത് ആ ക്ലൂ ഒക്കെ ഞാൻ ഒത്തിരി ഇടുന്നുണ്ട്, കത്തട്ടെ. അപ്പോൾ വാട്ട് യു മീൻ ബൈ ആക്ച്വലി ബൈ കത്തട്ടെ? വാട്ട് റീച്ച് ആണോ രേണു അവിടെ ഉദ്ദേശിക്കുന്നത്? എന്തായാലും കല്യാണം കഴിക്കാൻ എടുത്ത തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണെന്നേ പറയാൻ പറ്റൂ. കാരണം രേണുവിന് ഒറ്റയ്ക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ഇതുവരെ എത്തി നിൽക്കുന്ന ഒരു ലേഡിയാണ് അവരെ കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല, മെന്റൽ സ്ട്രെങ്ത് വേണം എന്നുണ്ടെങ്കിൽ ഒരാൾ കൂടി ഇപ്പം കല്യാണം കഴിക്കുന്നതുകൊണ്ട് മോശമൊന്നുമല്ല. പക്ഷെ രേണു അതിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വളരെ അധികം കെയർഫുൾ ആയിരിക്കും. ഇനി എവിടെയെങ്കിലും പോയാ പിന്നെ ഞാൻ ഇങ്ങനെ രേണു സുധി പോട്ടെ, രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് എന്നിട്ട് യാതൊരു വിധ കാര്യമില്ല. ശരിക്കും ഇപ്പൊ രേണു സുധി എന്ന് പറയുന്ന ആ ഒരു പേരിൽ നിന്നും രേണുവിലേക്ക് തിരിച്ച് വന്നതിനോട് വളരെയധികം സന്തോഷം. കാരണം രേണു തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും രേണു സുധി എന്ന് പറയുന്ന ഒരു സാധനം മാറ്റിയിട്ട് രേണു എന്ന് പറഞ്ഞത്. ശരിയാണ്, അവർ ഈ പറയുന്ന പോലെ സുധിച്ചേട്ടൻ്റെ ഓർമ്മകളിൽ നിന്നും മാറിയിട്ട് രേണുവായിട്ട് തിരിച്ചു വരുന്നത് വളരെ നല്ല കാര്യം, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് രേണു പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് പണി പാളും എന്ന് രേണു ഒരു ഡയലോഗ് ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും ആക്ച്വലി അപ്പൊ രേണുവിന്റെ ലൈഫ് പാളിപ്പോയായിരുന്നോ? സുധിച്ചേട്ടനുമായിട്ടുള്ള ലൈഫ്, മരണം വന്നു, അയാളെ കൊണ്ടുപോയി. അത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പം ആ ഒറ്റ കാരണം കൊണ്ടാണോ പാളിപ്പോയെന്ന് പറയുന്നത്? കാരണം രേണു പറയുന്നുണ്ട്, ഇനി ഞാൻ ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ചും കണ്ടും ഒക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊരു സാധനത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും നാള് രേണു സുധിച്ചേട്ടൻ്റെ കൂടെ ജീവിച്ചു. അപ്പൊ സുധിച്ചേട്ടൻ്റെ കൂടെ ജീവിച്ചപ്പോ രേണു ഇപ്പൊ പറയുന്നത്, ഇനി ഞാൻ ഒന്നുകൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വളരെ അധികം കെയർഫുൾ ആയിരിക്കും. ഇനി എവിടെയെങ്കിലും കണ്ടോ, ഇനി ഞാൻ ചൂസ് ചെയ്യുന്ന വളരെയധികം സൂക്ഷിച്ചിട്ടായിരിക്കണം, വളരെയധികം ആലോചിച്ചിട്ടായിരിക്കണം. ഇനി എവിടെയെങ്കിലും പാളിപ്പോയാൽ, ഈ പാളിപ്പോയാലെന്ന് പറഞ്ഞുകൊണ്ട് രേണു ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഡിവോഴ്സോ വിഷയങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അപ്പോൾ ഓൾറെഡി ഇനി എവിടെയെങ്കിലും പാളിപ്പോയാൽ എന്ന് പറയുമ്പോൾ മുൻപ് എവിടെയോ പാളിയിട്ടുണ്ടെന്നല്ലേ അതിനർത്ഥം. ഒരിക്കലും അത് മരണമായിട്ട് രേണു കമ്പയർ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നില്ല. അപ്പൊ സുധിച്ചേട്ടനുമായിട്ടുള്ള ലൈഫ് പാളിപ്പോയി, അത് ഈ ഒരു അർത്ഥത്തിൽ, മരണത്തിന്റെ അർത്ഥത്തിലല്ല, മറ്റൊരു അർത്ഥത്തിൽ പാളിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് തോന്നിയ കാര്യം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും. രേണു വീണ്ടും പറയുന്നുണ്ട് രേണുവിന്റെ നിബന്ധനകൾ, കല്യാണം കഴിക്കുന്ന ആൾക്ക് ഉണ്ടാവേണ്ട നിബന്ധനകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് കേൾക്കാം. രേണുവിന്റെ 2 കുഞ്ഞുങ്ങളെ നോക്കുക, രേണുവിനെ നോക്കുക, വീട്ടുകാരെ സന്തോഷിപ്പിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ഉടമ്പടിയിലേക്ക് പോകുന്ന പോലെ അല്ലേ. എനിക്കൊരു ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട്, അവരെയും കൂടി ഈക്വൽ ചെയ്ത് കണ്ടാൽ മതി എന്ന് പറയേണ്ട ഒരു സാധനമാണ് രേണുവിടെ പറഞ്ഞു വരുന്നത്. പക്ഷേ എൻ്റെ 2 പിള്ളേരെ നോക്കണം, എന്നെ നോക്കണം, പിന്നെ എൻ്റെ വീട്ടുകാരെ നോക്കണം. ആ ഒരു ലേബലിലോട്ട് ഈ സാധനം തിരിച്ചുവിടുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെയാണ്. രേണുവിന് പറയാം, ഓൾറെഡി നിങ്ങൾക്കറിയാം, ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സുധിച്ചേട്ടൻ്റെ ഒരു മകനുണ്ടായിരുന്നു, എൻ്റെ മകനെ പോലെയാണ് ഞാൻ കാണുന്നത്. ഇപ്പം എനിക്കും സുധിച്ചേട്ടനോടുള്ള ഒരു മകനുണ്ട്, 2 പിള്ളേരുണ്ട് എനിക്ക്. അപ്പം എന്നെ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ ചുറ്റുപാടും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെയും കൂടിയാണ്. അപ്പം അതിനെ ഈക്വൽ ചെയ്ത് കാണാൻ നിങ്ങൾക്ക് പറ്റിയിരിക്കണം എന്നായിരുന്നു രേണു ഈ ഇന്റർവ്യൂവിൽ പറയേണ്ടിയിരുന്നത്. പക്ഷെ രേണു പറഞ്ഞെന്താ, എൻ്റെ പിള്ളേരെ നോക്കണം, എന്നെ നോക്കണം, എൻ്റെ കുടുംബത്തെ കാണണം. ഈ സാധനമാണ് ഞാൻ പറഞ്ഞ. മനസ്സിലായോ? രേണു പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇനിയൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാലും
സുധിച്ചേട്ടൻ അത് എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ കാണും. അപ്പം ഞാൻ സുധിച്ചേട്ടൻ്റെ ഓർമ്മകൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന് ഓക്കെ ആയിരിക്കണമെന്നാണ്. അതിന് 2 വശമുണ്ട് മക്കളെ. കാരണം ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. കാരണം മുൻ ഭർത്താവിൻ്റെ കാര്യമാണ്, മരിച്ചുപോയ ആളാണ്, പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ജീവിതത്തിൽ നയിക്കുമ്പോൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ പറയുന്നത് എന്നൊരു തോട്ട് വരാം. ചില നേരം മനസ്സിലാക്കുകയും ചെയ്യും. അത് രേണുവിൻ്റെ ഒരു കൺസേൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസേൺ അല്ല, രേണു ആ ഒരു ഓർമ്മകളിൽ ഇരിക്കുന്നത് കൊണ്ട് അതുകൂടി പരിഗണിക്കണം എന്നൊരു സാധനമാണ്. അവിടെ അത്രയും രേണു താഴേണ്ട ആവശ്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നിയില്ല വീഡിയോയിൽ. ഇപ്പം നെഗറ്റീവ് പറഞ്ഞ പോലെ തന്നെ രേണു അത്രയും തന്നെ എൻ്റെ മനസ്സിൽ സൂചിച്ചേണ്ട ഓർമ്മകളുണ്ട്, അതങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് പറയും, അപ്പം അതിലൊന്നും കയറി തട്ടിക്കയറാൻ വരുന്നത് എന്ന് സിമ്പിളായിട്ട് പറയാനുള്ള കാര്യമേ ഉള്ളൂ. ഇതൊക്കെ പ്രപ്പോസ് ചെയ്യുന്നവരുടെ അടുത്ത് പറയുന്നു എന്നാണ് രേണു പറയുന്നത്. പക്ഷേ രേണുവിനൊരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം രേണു വെളിപ്പെടുത്തുന്നുണ്ട്, നമുക്ക് കേൾക്കാം. രേണു പ്രേമിക്കുന്നത് ആരെയാണ്? അറബിയാണോ എന്ന് അവിടെ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്. അവിടെ പിറകെ നിൽക്കുന്ന ക്യാമറാമാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കേൾക്കാം. അവിടെ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവട്ടെ എന്ന് മസ്താനി പറയുമ്പോഴത്തേക്കും രേണു ആവട്ടെ. അപ്പോൾ ഇങ്ങനെ ചിരിക്കുമ്പോൾ ക്യാമറാമാൻ ചോദിക്കുന്നുണ്ട്, നമുക്ക് സൗണ്ട് മാത്രമേ, അറബിയാണോ? അറബിയോ? അറബിയൊന്നും അല്ലേ, അയ്യോ അറബി ഞാൻ പറഞ്ഞ മനസ്സിലാവത്ത് കൂടിയില്ല എന്നൊക്കെ രേണു പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് രേണു ഈ വീഡിയോയിൽ, ഈ ഇന്റർവ്യൂവിനകത്ത് ഞാൻ നോക്കിയിട്ട് പറയുന്ന കുറച്ച് ഹൈലൈറ്റ് സാധനങ്ങൾ. ശരിക്കും രേണു ഒരു പുതിയ ജീവിതം സെലക്ട് ചെയ്യണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം രേണു സുധി എന്ന് പറയുന്ന ആ ടാഗ് മാറണം. രേണുവിൻ്റെ എന്താ പറയുക, രേണു ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഭർത്താവ് മരിച്ചെങ്കിലും രേണു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് വിജയിച്ച് കാണിച്ചു കൊടുത്തൊരു ലേഡിയാണ്. ഒത്തിരി പരിപാടികളും വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ബിഗ് ബോസിനകത്ത് പോയി രേണു എന്താണെന്നുള്ളൊരു പേഴ്സണാലിറ്റി പുറത്ത് കാണിച്ച ഒരു വ്യക്തിയാണ്. സോ രേണു മുന്നോട്ട് ഒരു നല്ല ജീവിതം പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, മുന്നേയുള്ള ജീവിതം പാളിപ്പോയി, ഇനി അത് സൂക്ഷിച്ചെടുക്കണം, എൻ്റെ കല്യാണം വിവാദമായിരിക്കും അടുത്ത്, ഈ പറയുന്ന അറബി വിഷയം, മക്കളെ നോക്കണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് രേണു ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സംസാരിക്കുന്നതിലൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് ഇനിയും മുന്നേക്ക് പോകാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും രേണു വിവാഹം കഴിക്കട്ടെ അല്ലേ? രേണു ഇപ്പോൾ പറയുന്നുണ്ട്, രേണുവിൻ്റെ ഫേസ് എക്സ്പ്രഷനിൽ നിന്നും നമുക്ക് വളരെ ക്ലിയർ ആണ്, എവിഡൻ്റ് ആണ്, രേണു ഒരു വിവാഹം കഴിക്കും. വൈകാതെ നമുക്കത് കാണാം. കയ്യിൽ ടാറ്റു അടിച്ചിട്ടുണ്ട്, സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ടാറ്റു അടിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക് ആ ടാറ്റുവും വെച്ചുകൊണ്ട് രേണു ഈ അടുത്ത് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, വിവാഹം കഴിക്കാൻ ആരെയാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് വൈകാതെ അറിയാൻ വരും. ഒബ്വിയസ്ലി പ്രണയത്തിലാണ്, അത് ഈ വീഡിയോ കാണുന്ന ഏത് മന്ദബുദ്ധികൾക്ക് മനസ്സിലാവും രേണു പ്രണയത്തിലാണ്. ആദ്യമായിട്ടാണ് രേണു ഇങ്ങനെ പ്രണയത്തിലാണെന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതെന്തുകൊണ്ട് ടാഗ് ഒന്നും വെച്ചിട്ടില്ല, ഒരു ഹെഡിങ് ഒന്നും വെച്ചിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഈ വീഡിയോ മൊത്തം കേട്ടിട്ട് താഴെ എന്തായാലും കമന്റ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.